ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും റെയിൻ ഡ്രോപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അപ്പം ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന താമര ഞാൻ ഏറെ ആഗ്രഹിച്ച് വാങ്ങിച്ച ഒരു സുന്ദരിയായിട്ടുള്ളൊരു ലോട്ടസാണ് കേട്ടോ. അവരുടെ പേര് കേട്ടപ്പോൾ തന്നെ എനിക്കത് വാങ്ങണം, അതിൻ്റെ പൂ എങ്ങനെ ആയിരിക്കും എന്നൊക്കെ കാണാൻ വളരെ അധികം ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വാങ്ങിച്ച് വെച്ചൊരു ലോട്ടസാണ് നമ്മുടെ ഇന്നത്തെ താരം. ഇന്നത്തെ നമ്മുടെ ലോട്ടസിൻ്റെ പേര് ലക്ഷ്മി എന്നാണ്. ലക്ഷ്മി മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് കുറച്ച് നാളുകളൊക്കെ ആയിട്ടോ. തമോ നമോ ലക്ഷ്മിയൊക്കെ ഏകദേശം ഒരുപോലെ മാർക്കറ്റിൽ വന്നിട്ടുള്ള താമരയാണ്. അത് ഇറങ്ങിയ സമയത്ത് വളരെയധികം റേറ്റ് ഉണ്ടായിരുന്ന താമരയാണ്. അപ്പം റേറ്റൊക്കെ ഒന്ന് കുറഞ്ഞ് നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന റേറ്റിൽ വന്നതിന് ശേഷം വാങ്ങിക്കാമെന്ന് തീരുമാനിച്ച് കാത്തിരുന്ന ലോട്ടസാണ്. അപ്പം നമുക്ക് ലക്ഷ്മിയെ കാണാം. അപ്പോൾ ഈ വിരിഞ്ഞു നിൽക്കുന്ന സുന്ദരിയാണ് നമ്മുടെ ലക്ഷ്മി എന്ന ലോട്ടസ് കേട്ടോ. 2 ടബുകളിലായിട്ടാണ് ലക്ഷ്മി ഞാൻ നട്ടിരിക്കുന്നത്. 45 ലിറ്റർ വെള്ളം കൊള്ളുന്ന നമ്മുടെ പ്ലാസ്റ്റിക് ടബിലാണ് നട്ടിരിക്കുന്നത്. അപ്പം ഈ 2 ടബിലായിട്ട് ലക്ഷ്മി നടാനായിട്ട് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ലക്ഷ്മിയുടെ ട്യൂബർ വാങ്ങിച്ച് വെച്ചത് ഡോർമെൻസി പീരീഡിലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു 2-3 ഇലയൊക്കെ വന്നിട്ട് അതങ്ങ് ഡോർമെൻ്റ് ആയിപ്പോയി, പൂക്കളൊന്നും തന്നില്ല. അപ്പം ഞാൻ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് എടുത്ത് നമുക്ക് റീപ്പോർട്ട് ചെയ്ത് നോക്കാം. കാരണം ഇതിൻ്റെ പൂ ഇങ്ങനെ കാണാനുള്ള കൊതി കൊണ്ട്. അപ്പം നമ്മൾ റീപ്പോർട്ട് ചെയ്യാൻ നേരത്ത് നമുക്ക് 2 ട്യൂബർ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം 2 ട്യൂബറിൻ്റെ അകത്ത് ഒരു വലിയ ട്യൂബറും ഒരു ചെറിയ ട്യൂബറും. അപ്പോൾ അത് രണ്ടും 2 ടബിലായിട്ട് നട്ടു. അപ്പം 2 പേരും ഇപ്പോൾ പൂക്കളും മൊട്ടുകളുമായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നമ്മൾ ഒരു ട്യൂബർ വാങ്ങിച്ച് അത് ഡോർമെൻ്റ് ആയി പോയെങ്കിലും നമുക്ക് 2 ട്യൂബർ കിട്ടി, അത് നമ്മൾ നട്ടു. അപ്പം നമുക്ക് ഇതുപോലെ ഒരു പൂക്കാലം തന്ന ലക്ഷ്മീനെ നിങ്ങളെ ഒന്ന് കാണിക്കണമല്ലോ എന്ന് ഓർത്താണ് നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ലക്ഷ്മിയുടെ മുട്ടുകൾ ഇതാണ്ട് നല്ല ഉരുണ്ട മുട്ടുകളാണ് ലക്ഷ്മിക്കുള്ളത് കേട്ടോ. നല്ലൊരു മന്ദമാരുതനൊക്കെ വരുന്നുണ്ട്. ഇത് നമ്മുടെ തമോയുടെ മുട്ടാണ്. അത് ഇച്ചിരി ഉരുണ്ടിട്ട് നീണ്ടതാണ്. പക്ഷേ ലക്ഷ്മിയുടെ മുട്ടുകൾ നന്നായിട്ട് ഉരുണ്ട മുട്ടുകളാണ്. ഇതാണ് നമ്മുടെ ലക്ഷ്മിയുടെ ഫ്ലവർ. നല്ല വെയിലുണ്ട്, അതുകൊണ്ട് എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നു എന്ന് എനിക്കറിയില്ല. ലക്ഷ്മിയുടെ ഇതളുകളുടെ അറേഞ്ച്മെൻറ്റൊക്കെ നല്ല ഭംഗിയാണ്. അപ്പം തമോ ലോട്ടസ് പോലെ തന്നെ നല്ല ഡാർക്ക് റെഡ് കളറുള്ള ലോട്ടസാണ് ലക്ഷ്മി. തമോയുടെ ലോട്ടസ് കുറച്ചും കൂടെ റൗണ്ടുണ്ട്. ഇത് നമ്മുടെ വൈറ്റ് പിയോണി ലോട്ടസിൻ്റെയൊക്കെ ഒരു ഇതളിൻ്റെ അറേഞ്ച്മെൻറ്റ് പോലെ വിരിഞ്ഞിട്ട് താഴേക്ക് ഇതളുകൾ വരുന്ന ഒരു മോഡലിലാണ് ലക്ഷ്മി നിൽക്കുന്നത് കേട്ടോ. വളരെ സുന്ദരിയായിട്ടൊരു ലോട്ടസാണ് ലക്ഷ്മി. ലക്ഷ്മി ഒരു ട്രോപ്പിക്കൽ വെറൈറ്റി ലോട്ടസാണ്. നമ്മളിപ്പോൾ പോട്ട് ചെയ്തതിന് ശേഷം 1 മാസത്തിനുള്ളിൽ തന്നെ പൂക്കൾ വരുന്ന ലോട്ടസാണ്. അതായത് ഡോർമെൻസി പീരീഡ് അല്ലാത്ത സമയത്ത് ഇപ്പോഴൊക്കെ നമ്മൾ പോട്ട് ചെയ്യുകയാണെങ്കിൽ 1 മാസത്തിനുള്ളിൽ തന്നെ പൂക്കൾ വരുന്ന ലോട്ടസാണ് ലക്ഷ്മി. അപ്പം ലക്ഷ്മി ഇത് ആദ്യത്തെ ഫ്ലവർ ആയതുകൊണ്ടാണ് ഇത്ര ചെറുത്. നല്ല വലിപ്പമുള്ള പൂക്കളും പിന്നെ വലിയ ഇലകളുമൊക്കെ വരുന്ന തമോയെപ്പോലത്തെ തന്നെ താമരയാണ് ലക്ഷ്മിയും. ഇതാണ് അപ്പം നമ്മുടെ ലക്ഷ്മിയുടെ അതിമനോഹരിയായ ഫ്ലവർ. അപ്പം ലക്ഷ്മിക്കും തമോയെ പോലെ തന്നെ അതിൻ്റെ നടുവശത്തായിട്ട് ധാരാളം ചെറിയ ചെറിയ പെറ്റൽസുകളുണ്ട് കേട്ടോ. അപ്പം ഇത് ഇന്ന് വിരിഞ്ഞതേ ഉള്ളതുകൊണ്ട് ഒരുപാടിങ്ങനെ വിരിഞ്ഞിട്ടില്ല. നാളെ ആകുമ്പോൾ ഇത് കുറച്ചുകൂടെ വിടരും. അപ്പം നല്ലൊരു ലോട്ടസാണ് ലക്ഷ്മി. അപ്പം ആദ്യത്തെ ഫ്ലവർ ആയതുകൊണ്ട് വലിയ വലിപ്പമൊന്നുമില്ല കേട്ടോ. ലക്ഷ്മി ഇതിലും വലിപ്പത്തിലും പൊക്കത്തിലും ഒക്കെ വിരിയുന്ന ലോട്ടസാണ്. ഇതിപ്പോൾ ഒരു ചെറിയ ടബിലാണ് വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ചെറിയ പൂവ്. നമുക്കൊരു വലിയ ഏരിയയിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ, വലിയ കുളത്തിലോ ടാങ്കിലോ ഒക്കെ ലക്ഷ്മി നമുക്ക് പോട്ട് ചെയ്യാൻ സാധിക്കുമെങ്കിൽ വളരെ വലിപ്പമുള്ള ഫ്ലവറുകളായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിപ്പം ഇനിയും വിടർന്ന് വരാനുണ്ട് കണ്ടോ. ഇതിൻ്റെ ഇതളുകൾ കുറച്ചുകൂടി ഇപ്പോൾ കൂമ്പിയാണ് ഇരിക്കുന്നത്, ഇന്ന് വിരിഞ്ഞതുള്ളത് കൊണ്ടാണ്. ഇനിയിപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഇതിങ്ങനെ നാളെയൊക്കെ ആകുമ്പോഴത്തേനും ലക്ഷ്മി കുറച്ചുകൂടെ വലിയ രീതിയിൽ വിടരുന്നതായിരിക്കും. അപ്പം നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റി ആയിട്ടുള്ള ലക്ഷ്മി. ട്രോപ്പിക്കൽ വെറൈറ്റി
ഈ ചൂട് സമയത്ത് നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുമെങ്കിലും പെട്ടെന്ന് തന്നെ ഡോർമെൻ്റ് ആവുന്നതുമാണ് കേട്ടോ. അപ്പം ലക്ഷ്മിക്ക് ട്യൂബർ ഫോർമേഷനും ഉള്ള ഒരു താമരയാണ്. അതുപോലെ തന്നെ ഗ്രീൻ ആപ്പിളൊക്കെ പോലെ തന്നെ റീപോട്ടിങ് വേണ്ടാത്ത താമരയല്ല. ഗ്രീൻ ആപ്പിളൊക്കെ നമുക്ക് 2 വർഷമൊക്കെ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, അവിടെ നിന്ന് തന്നെ പൂക്കൾ തന്നുകൊണ്ടിരിക്കും. ലക്ഷ്മി അങ്ങനെയല്ല, നമ്മൾ സമയാസമയങ്ങളിൽ റിപ്പോർട്ട് ചെയ്യേണ്ട ഇനം താമരയാണ്. എങ്കിൽ തന്നെ അതിന് നല്ല മനോഹരമായിട്ടുള്ള ഫ്ലവറുകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം നമ്മുടെ ലക്ഷ്മിയുടെ മൊട്ട് അപ്പം നമ്മുടെ ലക്ഷ്മി ലോട്ടസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം എല്ലാവർക്കും നന്ദി.